നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് TV19 കേരള എന്ന ഒരു യൂട്യൂബ് ചാനലിലൊരു ന്യൂസ് കണ്ടു. അത് യാദൃശ്ചികമായിട്ടാണ് അത് ഞാൻ കാണാനിടയായത്. ഞാനും മോനും കൂടെ ജസ്റ്റ് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല വീഡിയോസൊക്കെ കണ്ട് അവനൊട്ടും വയ്യായിരുന്നു, ഇന്ന് പനിയൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് അവൻ്റെ മൂഡൊന്ന് മാറ്റി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞങ്ങളുടെ വീഡിയോസും വേറെ അങ്ങനത്തെ സിമിലർ വീഡിയോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിങ്ങനെ കയറി വന്നത്. അപ്പോൾ അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാപ്പകൽ, അതായത് 2 days മുന്നേ സംഭവിച്ച കാര്യമാണ്. പട്ടാപ്പകൽ ഒരു പെൺകുട്ടീനെ 1ാം ക്ലാസ്സിലേക്കാണ് ആ കുട്ടീനെ. അപ്പോൾ ഒരു 6 വയസ്സൊക്കെ പ്രതീക്ഷിക്കാം, 5 to 7, ബിറ്റ്വീൻ 5 to 7 ആയിരിക്കും ഏജ്. ആ കുഞ്ഞിനെ വീട്ടിൽ വന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ അമ്മേനെ കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാതിൽ ക്ലോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. പെട്ടെന്ന് പേടിച്ചില്ല കുഞ്ഞ്. ഇവരിങ്ങനെ ഭയങ്കര സ്റ്റെയർ ചെയ്യുന്ന പോലെ വല്ലാത്ത ക്രൂവലായിരുന്നു ആ പുള്ളിക്കാരൻ, ആ ഭിക്ഷാടകയുടെ ഫേസ് എന്നാണ് ആ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞത്. കാരണം അതിൻ്റെ അമ്മയും ഞെട്ടിപ്പോയി. കാരണം വാല് പറഞ്ഞപ്പോൾ വാതിക്കൽ നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരാൾ പെട്ടെന്ന് നമ്മുടെ മുന്നിലോട്ട് വരുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഫീലില്ല, അതുപോലെയാണെന്ന് പറഞ്ഞത് എൻ്റെ അമ്മ. എന്നിട്ട് ആ കുട്ടിയുടെ അമ്മ വീട്ടിലുണ്ടായതുകൊണ്ടും ഡോറ് ക്ലോസ്ഡ് ആയതുകൊണ്ടും ആ കുഞ്ഞ് രക്ഷപ്പെട്ടതാണ്. കാരണം അവരിങ്ങനെ പമ്മി വരുന്നതൊക്കെ അവിടുത്തെ CCTV ക്യാമറയിൽ റെക്കോർഡഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ ഈ ന്യൂസ് കാണിച്ചത്. എന്നിട്ട് അവർ ആ സ്ത്രീനെ പിടിച്ചു. പക്ഷെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞൊരു ഡയലോഗ്, സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു ഇത് ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മുടെ മക്കളെ നമ്മളും സുരക്ഷിതരായിട്ട് വെക്കാൻ നോക്കുക മാക്സിമം. വേറെ ആരെയും അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാണ്ട് നമ്മൾ തന്നെ ടേക്ക് കെയർ ചെയ്യുക. കാരണം പോലീസ് ഓഫീസർ പറഞ്ഞത്, നമ്മളിപ്പോൾ ഇവരെ പിടിച്ചാലും ഇവർക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകാൻ പോകുന്നത് ഹൈക്കോടതിയിലൊക്കെ, സുപ്രീം കോടതിയിലുള്ള ഏതെങ്കിലും കൊടി കിട്ടിയ വക്കീലന്മാരായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഒരു വിലയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ആദ്യം തന്നെ വന്നത്. പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു സുരക്ഷിതത്വവും നമ്മളുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നൊരു ആ ഒരു ചിന്ത എനിക്ക് വന്നു. എപ്പോഴും വരാറുണ്ട്, ബട്ട് ഇപ്പോൾ കുറച്ചുകൂടി വന്നു. കാരണം എൻ്റെ മോൻ്റെ പ്രായമുള്ളൂ ആ കുഞ്ഞിന്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, മക്കളെയൊക്കെ നോക്കുക. ഒരിക്കലും ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട്, ഇവൻ നമ്മൾ വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒരിക്കലും ഡോറ് ഫുൾ ലോക്ക് ചെയ്ത് ഇടുക. ഒരിക്കലും അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരിക്കലും എങ്ങും പോകാതിരിക്കുക. ഈവൻ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട്, ഇപ്പം എൻ്റെ മോനൊക്കെ ഞാൻ കടയിൽ പോയിട്ട് നീ വന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയും, അമ്മ പോയിട്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നത്. തൊട്ടടുത്ത് വീടുകളുണ്ട്, ബട്ട് എല്ലാവരും ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, പണ്ടത്തെ പോലെയൊന്നും അല്ല. എല്ലാവർക്കും അതിലും കീച്ചൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കും അത് തന്നെയുണ്ട്. അപ്പം അത് ഒരു വീട്ടിലേക്ക് ഒരാൾ വന്നതിന് മറ്റൊരു വീട്ടിലുള്ളവർ കാണണം എന്നില്ല. ഇന്നത്തെ സൊസൈറ്റി അങ്ങനെയാണ്. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ഇന്നത്തെ അങ്ങനെയാണ്. സോ എല്ലാവരും സേഫായിട്ടിരിക്കുക, കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.